ഇന്നൊരു ഹെയർ ട്രീറ്റ്മെന്റ് ഡേ ആയാലോ. എന്റെ മുടി കണ്ടിട്ട് പലരും ചോദിച്ചു, ചേച്ചി ചൂലാണോ തലമുടിയാണോ എന്ന്. അത്രയ്ക്ക് ഡ്രൈയും ഫ്രിഷ്നെസ്സും ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അത് മാതിരി തന്നെ ഭയങ്കര ഹെയർ ഫോളും. അതിന് ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിനും ബയോട്ടിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മുടിക്കൊരു ജീവൻ തിരികെ കിട്ടണമല്ലോ. അപ്പോഴാണ് ഞാൻ നേരെ നമ്മളുടെ ഫ്രണ്ടിന്റെ പാർലറായ മീ ഫോർ യു ബ്യൂട്ടി പാർലറിലേക്ക് എത്തിയത്. നമ്മുടെ വാഴക്കാലയിലാണ് ഈ പാർലർ വരുന്നത്. എന്റെ സുഹൃത്തിന്റെ വൈഫാണ് കേട്ടോ. ഞാൻ ആദ്യം അവരോട് പോയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആയാലോ എന്നാണ് ചോദിക്കണേ. എനിക്ക് അതിന് മാത്രം ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷെ അവരെന്റെ മുടി കണ്ടപ്പോൾ പറഞ്ഞു, ഇതിന് നല്ലത് ബോട്ടോക്സ് ചെയ്താൽ മതി എന്നാണ്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്നതാണ് ഫൈനൽ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവസാനം പിന്നെയും മുടി പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ തുടങ്ങി മേക്ക് ഓവർ. ആദ്യം ഹെയർ വാഷ്, പിന്നെ ഡ്രൈ, പിന്നെ സ്ട്രെയിറ്റ്നർ, പിന്നെ ക്രീം, പിന്നെ വെയിറ്റിംഗ്. അതൊന്നൊന്നര വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു വെയിറ്റ് ചെയ്ത ടൈമിൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ആലോചിച്ചു. കാരണം 1.5 മണിക്കൂർ അനങ്ങാതിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അതും കഴിഞ്ഞ് വീണ്ടും ഹെയർ ഹീറ്റ് ചെയ്തു, വീണ്ടും സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചു. അവസാനം എനിക്ക് തന്നെ തോന്നി, ഇന്ന് വീട്ടിൽ പോകുമോ അതോ ഇവിടെ തന്നെ റൂം എടുത്ത് കിടക്കേണ്ടി വരുമോ എന്നുള്ളത്. മൊത്തത്തിൽ 5-6 മണിക്കൂറാണ് ഞാൻ ആ പാർലറിൽ ഇരുന്ന് എൻ്റെ ഈ മുടി ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് എൻ്റെ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് മുൻഭാഗം മാത്രം ചെയ്തിരുന്നു കേട്ടോ. അന്ന് അവർ വേറൊരു ക്രീമായിരുന്നു യൂസ് ചെയ്തത്. ഇന്ന് അവർ വേറെ ക്രീമാണ് യൂസ് ചെയ്തത്. പുതിയൊരു ക്രീമാണ്, കുറച്ചും കൂടെ നല്ല ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കേട്ടോ അവര് നമ്മളെ കാണിച്ച്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാം മിക്സ് ചെയ്യുന്നൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ഈ മീനുദീദിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. എനിക്ക് കുറെ കാലങ്ങളായിട്ട് എനിക്കറിയാം. ഞാൻ എല്ലാ ട്രീറ്റ്മെന്റും ഇവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് എടുക്കുന്നത്. മീനുദീദിയുടെ ഒരു സ്റ്റാഫ് ആണ് ഈ വൈറ്റ് കളർ ഇട്ടിട്ടുള്ളത്, മനീഷ. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് കളറിലുള്ളത് സഞ്ജന മീനുദീദിയുടെ കസിൻ ആണ് കേട്ടോ, സിസ്റ്റർ ആണ്. അപ്പം ഇവർ ഒത്തിരി നേരം, ഇപ്പൊ നിങ്ങൾ ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ ഇരുട്ടായിട്ട് കാണാൻ പറ്റും. ഏകദേശം അപ്പൊ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 മണി. ഞാൻ 4 മണിക്ക് പോയതാണ്. പിന്നെ അവര് ടയേർഡായി എന്നുള്ളത് എനിക്കറിയാം. ഞാൻ തന്നെ അവരോട് പറയുന്നത്, നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം ഞാൻ ഇരുന്നിരുന്ന് മടുത്തല്ലോ. അപ്പൊ അവർ നിന്ന് മടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അവരവരുടെ ജോലി ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ ദീദി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവര് നമ്മുടെ കൂട്ടത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം ഏകദേശം ഒരു 5-6 മണിക്കൂർ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. അവസാനം എല്ലാം കഴിഞ്ഞു, എന്റെ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. എന്റെ മുടിയൊക്കെ ലാസ്റ്റ് ഫൈനൽ സെറ്റിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുടിയുടെ ഷേപ്പ് മാറിയത് കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം വന്നു പോയി. ഇത് എന്റെ മുടി തന്നെയായിരുന്നു, എന്റെ പഴയ ആ മുടി തന്നെയാണോ എന്നുള്ളത്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഹെയർ ഫോൾ മാറാനുള്ള ട്രീറ്റ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ നല്ല മുടിക്ക് നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും കുറച്ച് നല്ലൊരു മെഡിസിൻ എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ മുടി കിടന്ന് തിളങ്ങുന്നത് കണ്ടില്ലേ. ആദ്യം വന്നപ്പോൾ ചകിരിനാര് പോലെ ഇരുന്ന മുടി ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.